മച്ച് അവൈറ്റഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുരുകൻ ഇഡ്ലി, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടെ കണ്ട കുറേ വീഡിയോസിൽ യമ്മി ആയിട്ടുള്ള ഇഡ്ലീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകണം. ഇവിടെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്, A to B എല്ലാം ഉണ്ട്, പക്ഷേ മുരുകൻ ഇഡ്ലി പ്രത്യേകമായിട്ട് നമ്മൾ പോകാൻ പോവാണ്. അപ്പൊ പോവാം. ഇങ്ങനെ നമ്മൾ പോകുന്ന ഉടനീളം മുരുകൻ ഇഡ്ലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ 2022 ലാസ്റ്റ് ഡേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുരുകൻ ഇഡ്ലിയിലാണ്. സോ മുരുകൻ ഇഡ്ലിയിൽ നമ്മൾ എന്താ ഉള്ളതെന്ന് ചോദിക്കാം. എന്നെല്ലാം ഇരിക്കുന്ന പൊടി ഇഡ്ലി, അപ്പൊ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പൊടി ഇഡ്ലിയും പൊടി ദോശയും, പിന്നെ നമ്മുടെ കൂടെ വരുന്നതാണ് ചക്കര പൊങ്കൽ എന്ന് പറയുന്നത്. ചക്കര പൊങ്കൽ എന്ന് പറഞ്ഞാൽ ചെന്നൈ തമിഴ്നാടുവിലെ മെയിൻ ആണ്. നമ്മുടെ സ്വീറ്റ് പായസം ഇല്ലേ, കട്ടിപ്പായസം ഇല്ലേ, അതാണ്. അപ്പൊ നമുക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സാമ്പാർ, ചട്നി, എന്റെ കൊതിയൊക്കെ കഴിക്കട്ടെ ഞാൻ. പിന്നെ പൊടി ദോശ പറഞ്ഞായിരുന്നു, പൊടി ദോശ അതും അത്യുണ്ട്. ഈ ടൈപ്പ് ചട്നിയാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മെയിനായിട്ട്. ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഒരു രക്ഷയില്ല, അടിപൊളി ഓത്തന്റിക് പായസം ടേസ്റ്റ്, അടിപൊളി. நமக்கு வந்து சட்னி தான் ஃபேமஸ். 4 சட்னி வைப்போம், புதினா, மல்லி, தக்காளி, தேங்காய் சட்னி. இதில் தக்காளி சட்னி பார்த்தீங்கன்னா மற்ற இடத்துல சாப்பிட்றதுக்கும் நம்ம இடத்துல சாப்பிட்றதுக்கும் டிஃப்ரெண்ட் நிறையா இருக்கும். இந்த தக்காளி சட்னி சாப்பிட்றதுக்கு ரெகுலர் கஸ்டமர் மொத்தமும் தக்காளி சட்னியை இன்னொரு வாங்கினாங்கன்னா அவங்க ரெகுலர் கஸ்டமர் நானே பிடிச்சிருக்கேன். ஓ சூப்பர். എന്താ ഞാൻ പറയണ്ടേ, ശരിക്കും പറഞ്ഞ വയറ് നിറഞ്ഞു. ഫുള്ളി ടേസ്റ്റി ഫുഡ്. പൊടി ഇഡ്ലി അത്യുഗ്രൻ. ഓരോ ചമ്മന്തികൾ, പുതിന ചമ്മന്തി, തക്കാളി ചമ്മന്തി, മല്ലി ചമ്മന്തി, ഇതെന്താ തേങ്ങാ ചമ്മന്തി, സാമ്പാർ, ദോശപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ നെയ്യ് ഒഴിച്ച് ഉണ്ടാക്കിയേക്കുന്ന ദോശയാണ്. ഓക്കെ, പിന്നെ ഈ ആളെ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ തിരുപ്പതി ലഡ്ഡു കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, അതാണ് ഫസ്റ്റ് നമുക്ക് മനസ്സിൽ വരുന്നത്. കാരണം അവിടെ ഉപയോഗിക്കുന്ന അതേ ശർക്കരയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ആ വാക്കിന്. മുരുകൻ ഇഡ്ലി